ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ വീണ്ടും നമ്മുടെ ക്രിസ്മസ് സീരീസിൻ്റെ മറ്റൊരു അധ്യായം. ഓക്കെ, അപ്പോൾ ഈ ക്രിസ്മസ് സീസൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫസ്റ്റ് പ്രിഫറൻസ് എന്താണ്? ക്രിസ്മസ് കേക്ക്. അതായത് നമ്മുടെ ഫ്രൂട്ട് കേക്കാണ്, പ്ലം കേക്ക്. ഓക്കെ, അതാണ് എൻ്റെ ഫേവറേറ്റ് കേക്ക്. പ്ലം കേക്ക് തന്നെയാണ്. അപ്പോൾ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ അത് വളരെ പ്രധാനം. നമ്മൾ ഉണ്ടാക്കുമോ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമോ അല്ലെങ്കിൽ നമുക്ക് കുറേ ഗിഫ്റ്റ് കിട്ടുമോ ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളും ഒരുപാട് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതും പ്ലം കേക്ക്സ് ആയിരിക്കും ക്രിസ്മസിൻ്റെ സമയത്ത്. ഇപ്പോൾ കോർപ്പറേറ്റ് ആയിട്ടുള്ള എന്താ പറയുക, ഓരോ കമ്പനീസ് അങ്ങനെയുള്ളവരെല്ലാം ക്രിസ്മസിന് ഇങ്ങനെ ബേക്കറീസിൽ ഓർഡർ കൊടുക്കുകയാണ്, ഇത്ര നമ്പർ ഓഫ് ക്രിസ്മസ് കേക്ക്. അത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഫുൾ വിപ്പിംഗ് ക്രീമിൻ്റെയൊക്കെ അലങ്കാരങ്ങളോടുകൂടി അങ്ങനത്തെയാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് കുറേ കേക്ക്സ് അവർ ഓർഡർ ചെയ്യും, അവരുടെ ക്ലയൻസിന് കൊടുക്കാൻ, അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ. അങ്ങനെ മിക്കവാറും എല്ലാ കമ്പനീസും അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ കുറച്ച് ഇപ്പോൾ കുറേ കൂടെ അഡ്വാൻസ്ഡ് ആണ് ആ കാര്യത്തിലൊക്കെ. അപ്പോൾ ഒരുപാട് പരിചയക്കാരുള്ളവർക്ക് ഒരുപാട് കേക്ക് കിട്ടും. പണ്ട് അങ്ങനെയല്ലല്ലോ. പണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചില സെലക്റ്റഡ് ബേക്കറീസ് ഉണ്ട്, അത് പഴയ റോയൽ ഐസിംഗ് ഒക്കെ ആയിട്ട് വൈറ്റ് കളറിലെ ഇങ്ങനെ എന്താ പറയുക കുറച്ച് കട്ടിയുള്ള ഐസിംഗ് ഒക്കെ ആയിട്ടുള്ള പ്ലം കേക്ക്. അതാണ് ഒരു ടിപ്പിക്കൽ ക്രിസ്മസിൻ്റെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ആ ഒരു കാഴ്ചയാണ്. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു കേക്കും. ആ സമയത്ത് മാത്രം കിട്ടുന്ന ബേക്കറീസിലെല്ലാം കിട്ടുന്ന ക്രിസ്മസ് കേക്കും സ്റ്റാറും, അതൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഓർമ്മയാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഏത് ബേക്കറി ചെന്നാലും ഇപ്പോൾ എല്ലാം മുന്തിയ ബേക്കറീസാണ്. ഇനി അതല്ല, മുന്തിയ ബേക്കറി മീൻസ് ഭയങ്കര പോഷ് ബേക്കറി അല്ലെങ്കിലും സാധാരണ ബേക്കറിയിലാണെങ്കിലും കോമ്പറ്റീറ്റീവാണ്. അത് കാരണം അവർക്കും പിടിച്ച് നിൽക്കണ്ടേ. അത് കാരണം അവരും ഇതുപോലെ വിപ്പിംഗ് ക്രീം കൊണ്ടും ബട്ടർ ഐസിങ് ഉള്ളതും ഉണ്ട്. കൂടുതലും വിപ്പിംഗ് ക്രീം കേക്ക്സാണ് ക്രിസ്മസ് കേക്ക് എന്ന് പറഞ്ഞ് ചിലവാക്കുന്നത്. പിന്നെ അതുപോലെ എല്ലാവർക്കും പ്ലം കേക്കൊന്നും ഇപ്പോൾ ഇഷ്ടമല്ല. കുറേ ആൾക്കാർക്ക് പ്ലം കേക്ക് വേണ്ട, അല്ലാത്ത കേക്ക്സ്. അപ്പോൾ ക്രിസ്മസിന് ഗിഫ്റ്റ് കിട്ടുന്നത് എപ്പോഴും പ്ലം കേക്ക് തന്നെ ആവണമെന്നില്ല. വ്യത്യസ്തമായ പല പല കേക്ക്സ് ആയിരിക്കും കിട്ടുന്നത്. സ്പഞ്ച് കേക്ക് ആകാം, അല്ലെങ്കിൽ ബട്ടർ കേക്ക് ആകാം, ചോക്ലേറ്റ് കേക്ക് ആകാം. ഓക്കെ, ഇതൊക്കെയാണ് ഒരു ജനറൽ പ്രാക്ടീസ്. കാലം മാറുന്നതിനനുസരിച്ചിട്ടുള്ള മാറ്റമാണ്. എങ്കിലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു ക്രിസ്മസ് കേക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്ലം കേക്ക് ഉണ്ട് വിത്ത് ഐസിങ്, അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ LN വ്ളോഗ്സിൽ ഇത് 7ാമത്തെ ക്രിസ്മസാണ് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 6 വർഷവും പ്ലം കേക്ക്സ്, ക്രിസ്മസ് കേക്ക് ഞാൻ ഉണ്ടാക്കി കാട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. അതിൽ ഒരുപാട് കേക്ക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ട്. എഗ്ലെസ് കാണിച്ചിട്ടുണ്ട്, എഗ്ഗ് ഉള്ളത് കാണിച്ചിട്ടുണ്ട്, ഓവനിൽ വയ്ക്കുന്നുണ്ട്, ഇലക്ട്രിക് ഓവനിൽ, അല്ലാണ്ട് അടുപ്പിൽ വെച്ച് നമ്മൾ പാത്രത്തിൽ വെച്ചിട്ട് കുക്കറിൽ വെച്ചുവിട്ടെടുക്കുന്ന, അങ്ങനത്തെ എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പ്ലം കേക്ക് തന്നെയാണ് കുറച്ച് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പ്ലം കേക്ക് തന്നെയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ വേണമെങ്കിലും ചേർക്കാം, ചേർക്കാതിരിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് പറയട്ടെ. ഇത് നോൺ ആൽക്കഹോളിക്കാണ് കേട്ടോ. ഞാനിപ്പോൾ റമ്മോ ബ്രാൻഡിയോ ഒന്നും ചേർക്കാണ്ട് ചെയ്യുന്ന പ്ലം കേക്കാണ് നമ്മുടെ ക്രിസ്മസ് കേക്ക്. സാധാരണ പറയും നമ്മൾ എത്ര മാവെടുക്കുന്നു അതിൻ്റെ ശരിക്കുള്ള നല്ല റിച്ച് പ്ലം കേക്ക് ആണെങ്കിൽ ഇപ്പോൾ 2 കപ്പ് മാവാണെങ്കിൽ 4 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അതായത് ഇരട്ടി. പക്ഷെ ഞാൻ അത്രയില്ല, അതിനെക്കാട്ടി കുറവാണ്. ഇതിപ്പോൾ 2.5 കപ്പ് മൈദാമാവ് അളന്ന് വെച്ചിട്ടുണ്ട്. 240 ml കപ്പിലാണ് ഞാൻ അളന്നിരിക്കുന്നത്. ഇപ്പോൾ 2.5 കപ്പ് മൈദാമാവും പിന്നെ ബ്രൗൺ ഷുഗർ, നല്ല ഫൈനായിട്ടുള്ള പൗഡറാണ്, വലിയ കുഴപ്പമില്ലാണ്ട് ഒരു കാസ്റ്റർ ഷുഗർ പോലെ ബ്രൗൺ ഷുഗർ. അപ്പോൾ കുറച്ചുകൂടെ നല്ല കളറ് കിട്ടും നമ്മുടെ കേക്കിന്. ഇതൊരു 1.5 കപ്പുണ്ട്, ഏകദേശം 200 ഗ്രാം എന്ന് പറയാം ഓൾമോസ്റ്റ്. ഓക്കെ, അപ്പോൾ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. സാധാരണ നോൺ ആൽക്കഹോളിക് ആണെങ്കിൽ നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ ഇത് കുതിരാനായിട്ട് വെച്ചിട്ട് ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടി, ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടി കുതിരാനായിട്ട് വെക്കും. എന്നിട്ട് തലേദിവസം വെക്കും. ഒന്ന് കുതിർന്ന് സെറ്റായിരിക്കുമ്പോൾ നല്ലതായിട്ട് വരും. ഇതിപ്പോൾ അങ്ങനെ ചെയ്യണില്ല, നോക്കിക്കോളൂ. ഇതിപ്പോൾ നമ്മുടെ പല മൾട്ടി കളർ ടൂട്ടി ഫ്രൂട്ടി, ഏകദേശം 1 കപ്പെന്ന് പറയാം ടൂട്ടി ഫ്രൂട്ടി. ഓക്കെ, അതിൻ്റെ കൂടെ 1/4 കപ്പോളം നമ്മൾ കറുത്ത സീഡ്ലെസ് മുന്തിരിങ്ങ, റേസിൻസ് സീഡ്ലെസ്, അതൊരു 1/2 കപ്പ്, മറ്റേ 1/4 കപ്പ്, ഇത് 1/2 കപ്പ്. ലെമൺ പീലാണ് കേട്ടോ, വിളയിച്ച ഗ്ലേസ്ഡ് ലെമൺ പീൽ, ഓറഞ്ച് പീലല്ല, ലെമൺ പീലാണ്. പിന്നെ കുറച്ച് ഗ്ലേസ്ഡ് ചെറീസ്, അതൊരു 1/2 കപ്പുണ്ട്. നമ്മുടെ ഫ്രൂട്ട്സ് ഇതൊരു 1/2 കപ്പോളം ഉണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രേപ്പ് ജ്യൂസ് ഒഴിക്കുന്നു. ഗ്രേപ്സ്, ഇത് ഫ്രഷ് ഗ്രേപ്സ് ഞാൻ പിഴിഞ്ഞ് മിക്സിയിലിട്ട് ഒരടി അടിച്ചിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്താണ്. അത് 1 കപ്പ് ഒഴിച്ചു. ഇനി ഓറഞ്ചിൻ്റെ ജ്യൂസ്, അതും 1 കപ്പ്. അപ്പോൾ രണ്ടും കൂടി ചേർത്തിട്ട് 2 കപ്സ്. ഇത് ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് കൊണ്ട് നേരത്തെ കുതിരാനൊന്നും വെച്ചിട്ടില്ല. ഒന്ന് അടുപ്പ് കത്തിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഓക്കെ,
ഇതിൽ കിടന്നിട്ട് ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോഫ്റ്റ് ആകും. അത് തിളച്ച ഇത് ജ്യൂസിലാണ് കിടന്ന് തിളയ്ക്കാൻ പോകുന്നത്. നട്ട്സും കൂടി ചേർക്കണം, അത് ലാസ്റ്റ് ചേർക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഒരുപാട് പാത്രങ്ങൾ അല്ലേ, നോക്കിയാൽ എല്ലാം സെപ്പറേറ്റ് വെച്ചതുകൊണ്ട് ടു മെനി പാത്രംസ്. ഒന്ന് ഒതുക്കി കൊണ്ടുവരാം. തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ഈ സമയം നമുക്ക് 1-2 കാര്യങ്ങൾ ചെയ്യാം. അതായത് മൈദാമാവൊന്ന് ഇടഞ്ഞു വയ്ക്കാം. ഒരു 2.5 കപ്പ് മൈദാമാവ് തലതട്ടിയാണ് ഓരോ കപ്പ് അളന്നത്. 1/2 കപ്പ് എടുത്തു. ഇത് 1 ടീസ്പൂൺ നിറച്ച ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ നിറച്ച ബേക്കിംഗ് പൗഡർ. ഇത് ഞാൻ അളന്ന് വെച്ചതാണ്. 1/2 നുള്ള ഉപ്പും കൂടി ചേർക്കണം. ആദ്യം ചെറുതായിട്ടൊന്നിങ്ങനെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അരിപ്പയിലൂടെ ഇടഞ്ഞ് വയ്ക്കാം. നന്നായിട്ട് പൊക്കി തന്നെ ഇങ്ങനെ ഇടഞ്ഞ് കൊടുക്കാം. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും ഈക്വലായിട്ട് ഈ ഒരു ബേക്കിംഗ് പൗഡർ കിട്ടും. ഇത്ര മതി. ഒരു പ്രാവശ്യം ഞാൻ ഇടയുന്നുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. മാറ്റി വയ്ക്കാം. തിരിച്ച് ആ ബൗളിലേക്ക് ഒന്ന് മാറ്റാം. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇച്ചിരി കൂടി ഒന്ന് നന്നായിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ബോയിൽ ചെയ്യട്ടെ. അപ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ ഒന്നും കൂടി സോഫ്റ്റാകും. നല്ല മണം. ഓറഞ്ച് ആൻഡ് ഗ്രേപ്സ് മിക്സ്. സിട്രസ് സ്മെൽ. 2-3 ചെറിയ കഷ്ണം ഇങ്ങനെ നീളത്തിനുള്ള ഒരു 3-4 പീസ് പട്ട. 1 2 3 4 5 6 7 8. ഓക്കെ, ഗ്രാമ്പു. ജാതിക്കയുടെ അകത്തുള്ള പീസാണ്. പൊട്ടിച്ചെടുത്തിട്ട് ഒരു കാൽ ഭാഗം യെസ്, ഒരു കാൽ ഭാഗം എന്ന് പറയാം. ഒരു വലുതല്ല, ഒരു ചെറുതിൻ്റെ കാൽ ഭാഗം. ഇതെല്ലാം കൂടി ഒന്ന് ഒരല്പം പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം. എല്ലാം കൂടി നല്ല ഫൈനായിട്ട് നല്ല മണമാണിത്. പക്ഷേ ഇത് ഡിഫറെൻ്റാണ്. അതുകൊണ്ട് മറ്റേ പെരിഞ്ചീരകമോ അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഏലക്കയൊന്നും ചേർത്തിട്ടില്ല. ഇതിൻ്റെ മാത്രം ഒരു മണം. ഇതും ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരല്പം കുറച്ച് കൊടുത്തു. അപ്പോൾ എല്ലാം കൂടി ഒരു 10 മിനിറ്റ് സമയം ഇങ്ങനെ തിളയ്ക്കട്ടെ. 5 മിനിറ്റ് കൂടുതൽ കഴിഞ്ഞു. ഇനി ഒരു 2-3 മിനിറ്റും കൂടി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. നല്ല സോഫ്റ്റായി കഴിയും. അപ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സോഫ്റ്റ് ആകണം. ഇതിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ് ഇതാണ്. അല്ലെങ്കിൽ തലേദിവസം അല്ലെങ്കിൽ രാവിലെ തന്നെ കുറച്ച് ഓറഞ്ച് ജ്യൂസിൽ, തലേദിവസമെങ്കിലും ഐഡിയലി വെക്കണം. ഓറഞ്ച് ജ്യൂസിൽ കുതിരാൻ വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കും, അടച്ചിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഒരു ഫ്രൂട്ട് മിക്സിംഗ് ഉണ്ടല്ലോ, കേക്ക് മിക്സിംഗ് സെറമണി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്രാവശ്യം ഒരു 4-5 സ്ഥലത്ത് പോയി ചെയ്തു. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് നമ്മൾ ആ സമയത്ത് ചെയ്യും. പക്ഷേ അത് അടുത്ത വർഷമായിരിക്കും ഉപയോഗിക്കുന്നത്. ഈ വർഷം ഉപയോഗിക്കുന്നത് തലേ വർഷം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. നമ്മളും അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യകാലത്തുള്ള വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്കറിയാം ആ ഒരു ഫ്രൂട്ട്സിൻ്റെ മിക്സിങ് എങ്ങനെയാണ് ട്രഡീഷണലി നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊരു വലിയൊരു ഗ്ലാസ് ബോട്ടിൽ വെച്ചിട്ട് അത് ഒരു വർഷം കൊണ്ട് സീസൺഡായിട്ട് അങ്ങനെ സോഫ്റ്റായിട്ടിരിക്കും. അതായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല അത് ആൽക്കഹോൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്, അതിലാണ് മുങ്ങി കിടക്കുന്നത്. ഇത് പക്ഷെ അതല്ല. അതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ ചെയ്തെടുക്കുന്നു. ഇതും വേറൊരു സ്വാദാണ്. ഇതും ആ ഒരു ഫിനിഷിങ് കിട്ടും കേട്ടോ. നല്ല ഒരു പ്ലം കേക്ക് വിൽ ബി നല്ല അടിപൊളിയായിരിക്കും. ഇത് ഏകദേശമൊക്കെ ആകാറായി. എല്ലാം ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞു. കുഴഞ്ഞ ഭാഗം പോലെ ആയില്ലേ. ഓക്കെ, രണ്ട് 3 മിനിറ്റും കൂടി കിടക്കട്ടെ. 10 to 15 മിനിറ്റ്സ് നമുക്ക് ഇടത്തരം ചൂടിൽ തീയിൽ ഇടാം. ഇതുപോലെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സിൻ്റെ ആ ഭാഗം ഓക്കെ ആയി. ഞാൻ തീ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് ആ നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 5 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എഗ്ലെസ് അല്ല, വിത്ത് എഗ്ഗാണ്.
അപ്പോൾ മഞ്ഞയും വെള്ളയും വേർതിരിക്കണം. ഇനി ഇതിൽ നിന്ന് എടുക്കാൻ ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് യെല്ലോ ഇങ്ങനെ എടുത്ത് മാറ്റാം. യെല്ലോ പൊട്ടാണ്ട് എടുക്കണം. ഓക്കെ, ഇങ്ങനെ 5 മുട്ടയും കെയർഫുള്ളായിട്ട് ഓരോന്നോരോന്നായിട്ട് ആദ്യമേ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അവസാനം നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ബ്രേക്കായി പോയാൽ മഞ്ഞ കലങ്ങിപ്പോയാൽ പണി കിട്ടും. പിന്നെ നമ്മൾ ആദ്യം തൊട്ട് വീണ്ടും തുടങ്ങേണ്ടി വരും. ഇതൊരു ഭയങ്കര ട്രിക്കി സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് തണുക്കണം, മാറ്റി വെച്ചിരിക്കുകയാണ് നല്ല കുഴഞ്ഞ ഭാഗത്തിനായിട്ട്. ഇതിനകത്തേക്ക് ഓറഞ്ച് മാർമലേഡും കൂടി ചേർക്കാൻ പോകുന്നു. 2 ടേബിൾ സ്പൂൺ നിറച്ച് 2 ടേബിൾ സ്പൂൺ ചേർത്തു. വേണമെങ്കിൽ ഇച്ചിരി കൂടി ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂണോ 4 ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 3 ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്ത് ഇതൊരു സൈഡിലിരിക്കട്ടെ. ഒന്ന് തണുത്ത് സെറ്റായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ എഗ് വൈറ്റും എഗിൻ്റെ യോക്ക് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് എഗ് വൈറ്റിനെ ഞാൻ ഫ്രിഡ്ജിൻ്റെ താഴത്ത് തട്ടി വെച്ചു. അത് ഇച്ചിരി ഒന്ന് തണുത്തിരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ പതപ്പിക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരും. അതാണ് നല്ലതാണ് അതങ്ങനെ ചെയ്യുന്നത്. പിന്നെ എഗിൻ്റെ യോക്കിൻ്റെ മേളിലൊരു പാട പോലെ വരും കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ. അത് ഉണ്ടാകാതിരിക്കാനായിട്ട് ഒരു ക്ലിംഗ് ഫിലിം കൊണ്ട് കവർ ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ അന്തരീക്ഷമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. ഇപ്പോൾ ഈ ഒരു സമയം ഇതൊരു 3/4 കപ്പ് പഞ്ചസാരയുണ്ട്. അത് നമുക്ക് ഉരുക്കി ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് കാരമലൈസ് ചെയ്ത് വയ്ക്കാം. ഒരു കാരമൽ സിറപ്പ് വേണം. ഇതിനെ അനക്കൊന്നും വേണ്ട, സ്വന്തമായിട്ട് അത് കളർ മാറി ഉരുക്കി വരും. പിന്നെ ഗോൾഡൻ ബ്രൗൺ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഒന്ന് കളർ മാറി വരുന്നു. ഇനി ഇത് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കി പഞ്ചസാരയും കൂടി ഉരുകാനുണ്ട്. ഇതിങ്ങനെ ഫ്ലാറ്റായിട്ടുള്ളൊരു പാത്രം ആയതുകൊണ്ടാണ് ആ നടുക്ക് ഭാഗത്ത് പെട്ടെന്ന് ഉരുകാൻ. സൈഡിൽ നിന്ന് ഇങ്ങനെ കളർ മാറി വന്നു. ഇത് സാധാരണ നമ്മളൊരു ഗോൾഡൻ സിറപ്പ് അല്ലെങ്കിൽ സാധാരണ ഒരു കാരമൽ സിറപ്പ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഇത് കുറച്ചുകൂടി ഒന്ന് ഡാർക്കർ ഷെയ്ഡ് കിട്ടിയാൽ നല്ലതായിരിക്കും. എന്നാൽ ബേൺഡ് ടേസ്റ്റ് വരാനും പാടില്ല. ഞാൻ ചെറിയ തീയിലായിട്ടിരിക്കുന്നത്. ഓക്കെ, കുറച്ചുകൂടി ആകാനുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ 1 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുമുണ്ട്. ബോയിലിംഗ് വാട്ടറാണ് ഇതിലേക്ക് പിന്നെ ഒഴിക്കേണ്ടത്. നന്നായിട്ട് ഉരുകി കുറച്ചുകൂടി ഒന്ന് കളർ മാറിക്കോട്ടെ. പഞ്ചസാര കരിച്ച സിറപ്പ് എന്നാണ് പറയുക. പണ്ടൊക്കെ അങ്ങനെ പറയുന്നത്, പഞ്ചസാര കരിച്ച അതിൻ്റെ ആ ഒരു കാരമൽ. അപ്പോൾ ഇപ്പോൾ പറയും നമ്മൾ കാരമലൈസ് ചെയ്ത് ആ ഒരു ഗോൾഡൻ ബ്രൗണിനെക്കാട്ടി കുറച്ചുകൂടി ബ്രൗൺ ആകണം. അതാണ് വേണ്ടത്. ഞാൻ നോക്കിയേ, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈ ഒരു കളർ നമ്മുടെ കേക്കിന് ആ ഡാർക്ക് കളർ കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്നാൽ ബേൺഡ് ആകാനും പാടില്ല, അത് പുകഞ്ഞു പോകരുത്. ആ രീതിയിൽ ചെയ്യണം. ഇതേ നോക്കിയേ, ഗോൾഡനെക്കാട്ടിലും കുറച്ചുകൂടി കളർ വന്നിട്ടുണ്ട്. വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം നന്നായിട്ട് ഉരുക്കി സെറ്റ്. ഇനി തീ ഒരൽപ്പം ഓഫ് ചെയ്യാം. കുറച്ച് നേരത്തേക്ക് ഓഫ് ചെയ്തിടാം. ഇതായി കഴിഞ്ഞു. ഇനി നമ്മുടെ വെള്ളം തിളച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും അടുപ്പ് കത്തിക്കണം. അപ്പോൾ വീണ്ടും ഒരു തിള വന്ന് ഇതെല്ലാം ഉരുകി ഒരു സിറപ്പായി മാറും. ഇപ്പോൾ ഈ ഒരു കളറിലാണ് കിട്ടിയിരിക്കുന്നത്. കുറച്ച് ഡാർക്ക് തന്നെയാണ്. കണ്ടോ, ഇത് തന്നെ ഗോൾഡൻ ബ്രൗണിനെക്കാട്ടിലും കുറച്ചുകൂടി ഡാർക്കർ ഷെയ്ഡ്.
ഇതിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കാര്യം ഈ പാത്രത്തിനൊരു ചൂടുണ്ടല്ലോ, അപ്പോൾ അതിൽ കിടന്നിട്ട് വീണ്ടും അത് കുറച്ചുകൂടെയൊക്കെ ഡാർക്കാകും. അതനുസരിച്ചിട്ടാണ് ഞാൻ തീ ഓഫ് ചെയ്യുന്നത്. ഇപ്പോൾ കറക്റ്റായി നല്ലൊരു കട്ടൻ ചായയുടെയൊക്കെ ഒരു ഡാർക്ക് കളറായിട്ട് മാറും. ഇനി ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഇച്ചിരി ഒന്ന് കൂളായിട്ടുണ്ട്, ഈ സമയത്ത് ഒഴിക്കാം. ഇത് വീണ്ടും അടുപ്പ് കത്തിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളവും ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് കുറച്ചുകൂടി ഒന്ന് വെള്ളം കുറുകുന്ന പോലെ ആക്കാം. ഇച്ചിരൂടെ വീണ്ടും അടുപ്പ് കത്തിച്ച് കൊടുത്തു. അതായത് ഈ ഒരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ട് കാലത്ത് തൊട്ട് പഴയ ബേക്കറിക്കാരൊക്കെ പറയുക, അല്ലെങ്കിൽ പഴയ അമ്മച്ചിമാരൊക്കെ ചില പറയുന്നത്, ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന വീടുകളിൽ ജൂ കാച്ചുക എന്ന് പറയും. ജൂ കാച്ചുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ പഞ്ചസാര കരിച്ച സിറപ്പ് ഉണ്ടാക്കുന്നതിനാണ്. ഓൾഡ് ബേക്കറീസൊക്കെ ആ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ടാകാം. ഇപ്പോഴത്തെ ആൾക്കാരൊന്നും അങ്ങനെയൊന്നും പറയില്ല. ജൂ കാച്ചുക എന്നവർ പറയും. അപ്പോൾ ഇതൊന്ന് വീണ്ടും തിളച്ചു. അപ്പോൾ ഇതെല്ലാം വെള്ളത്തിൻ്റെ കൂടെ നന്നായിട്ട് അരിഞ്ഞ് കുറച്ചുകൂടി ലൂസായല്ലോ ഇതിങ്ങനെ. പക്ഷേ ഇത് ഇച്ചിരി കൂടി ഒന്ന്, ഇതിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ഇതിൽ നിന്നൊരു 1/2 കപ്പോളം വെള്ളം ഒന്ന് കുറയട്ടെ, 1/4 കപ്പോളം. അതൊന്നും വേണമെന്നില്ല, നോക്കാം. കുറച്ചുകൂടി ഒന്ന് കുറുകി വരുന്നവരെ തിളപ്പിക്കുക. ഓക്കെ, ഇത് ഒരു പ്രോസസ്സ്. അതും ഒന്ന് തണുക്കാനായിട്ട്. അപ്പോൾ എല്ലാം റൂം ടെമ്പറേച്ചറിലേക്ക് വരണം. എന്നിട്ടാണ് നമ്മൾ ബാറ്റർ ഉണ്ടാക്കി തുടങ്ങുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. മുട്ട സെപ്പറേറ്റ് ചെയ്ത് വെച്ചു, ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മൈദ ആൻഡ് ബേക്കിംഗ് പൗഡർ ഇടഞ്ഞു വെച്ചു. ഇവിടെ ജൂ കാച്ചൽ എന്ന് പറയുന്ന നമ്മുടെ പ്ലം കേക്കിന് കളർ കൊടുക്കുന്ന പ്രോസസ്സാണിത്. ഷുഗറിൻ്റെ സിറപ്പ് ഉണ്ടാക്കുന്നു, കാരമലൈസ് ചെയ്ത് സിറപ്പാക്കുന്നു. അപ്പോൾ ഇതും കൂടി തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇത് എഗ്ഗുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. എഗ്ഗ്ലെസ് കേക്കാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ നമ്മുടെ എലൻ ബ്ലോഗ്സിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങളിതിൻ്റെ ഇക്വലൻ്റായിട്ട് ഒരു കപ്പോളം 1/4 കപ്പോളം തൈര് ചേർത്താൽ മതി, അധികം പുളിയില്ലാത്ത തൈര്. ഇതിപ്പോൾ ശരിക്കും നല്ല കടുപ്പമുള്ളൊരു കട്ടൻ ചായയുടെയോ കട്ടൻ കാപ്പിയുടെയൊക്കെ ഒരു കളറാണ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. അതിൽ നിന്ന് ഏകദേശം ഒരു 1/4 കപ്പിൽ കൂടുതൽ വറ്റിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നോക്കിക്കോളൂ. ഏതാണ്ട് ഒരു കപ്പിനകത്തേ ഉള്ളൂ. ഒരു 3/4 കപ്പോളം സിറപ്പുണ്ട്. ഇച്ചിരി തണുക്കാനായിട്ട് വയ്ക്കും. അങ്ങനെ നമ്മുടെ തയ്യാറെടുപ്പുകളെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി ആക്ച്വൽ ബാറ്റർ ഉണ്ടാക്കി തുടങ്ങാം. 200 ഗ്രാം ഉപ്പില്ലാത്ത വെണ്ണ ഇപ്പോൾ ഏകദേശം റൂം ടെമ്പറേച്ചറിലാണ്. ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഇതൊന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് അതിലേക്ക് നമ്മൾ ബ്രൗൺ ഷുഗർ 1.5 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ബട്ടർ ഒന്ന് സ്മൂത്തായി കഴിഞ്ഞിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് തുടങ്ങാം. ഇപ്പോൾ ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ പഞ്ചസാര പൊടിച്ചത് മതി. ബ്രൗൺ ഷുഗർ എന്ന് പറയുമ്പോൾ അത്രത്തോളം മറ്റേ വൈറ്റ് ഷുഗർ ഭയങ്കര റിഫൈൻഡ് ആണ്. ഇത് അത്രയും ഉണ്ടാവില്ല. അത് എല്ലാം പഞ്ചസാര തന്നെയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. 1 by 1 2 ഓക്കെ. ഒന്ന് കമ്പൈൻ ചെയ്യുന്ന അത്രയും മതി ബീറ്റ്. ഇനി ഇതിലേക്ക് നമ്മുടെ കാരമൽ സിറപ്പ്.
ഇനി ഇതിലേക്ക് നമ്മൾ മാവ് ബേക്കിംഗ് പൗഡറായിട്ട് അടഞ്ഞു വെച്ചത് കുറേശ്ശെ ചേർക്കാം. അതിന് മുന്നേ ഒരു കാര്യം ചെയ്യണം. ഇത് നോക്കിയാൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ആ ഒരു മിക്സ് ഇതിനകത്തേക്ക് അല്പം മാവും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെക്കണം. അത് എല്ലാം കൂടി അടിക്ക് പോകാണ്ടിരിക്കാനായിട്ടുള്ളൊരു ടെക്നിക്ക് മാത്രമാണ്. അപ്പോൾ ഏകദേശം ഒരു മാവിൽ നിന്നും ആ അളന്ന് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് തന്നെ ഏതാണ്ടൊരു അരക്കപ്പോളം മാവ് ഞാനിങ്ങനെ എടുത്തു. അപ്പോൾ ഇതൊരു കോട്ടിങ് പോലെ ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ, ബാക്കിയിരിക്കുന്ന മാവ് കുറേശ്ശെ ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് തേൻ ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ, 3 to 4 ടേബിൾ സ്പൂൺ ആണ്. ബാക്കി മാവ് ഇത്രയും നമുക്ക് ബ്ലെൻഡറിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് തടിത്തവി കൊണ്ട് ബാക്കി മിക്സിങ് എല്ലാം ചെയ്യാം. അപ്പോൾ മാവെല്ലാം ഇതുമായിട്ട് യോജിച്ച് കഴിഞ്ഞു. ഇനി ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആ മിക്സ്, അതിനകത്ത് കുറച്ച് മാവ് നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ചേർക്കാം. ബാറ്ററിൻ്റെ ഫിനിഷിങ് സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ്. അതായത് ഇത് ഇച്ചിരി ഹെവി കേക്കല്ലേ. അപ്പോൾ ഇനി നമ്മുടെ ഹാൻഡ് ബ്ലെൻഡർ മാറ്റി തടിത്തവിയിലേക്ക് മാറിക്കഴിഞ്ഞു. നോക്കിയേ, ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ഇതാണ് കൂടുതൽ, മാവിനെക്കാട്ടി കൂടുതലായിരിക്കണം എന്നാണ്. യെസ്, ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, അതിൻ്റെ കൂടെ തന്നെ ഓറഞ്ച് ജ്യൂസും ഗ്രേപ്പ് ജ്യൂസും എല്ലാം കൂടി ചേർന്ന് കുക്ക് ചെയ്തെടുത്തതല്ലേ, അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പ്ലസ് ഓറഞ്ച് മാർമലേഡുണ്ട്, എല്ലാം ചേർത്തു. ഒരല്പം മാവും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്, ഒരു അരക്കപ്പോളം. അപ്പോൾ 2 കപ്പ് മാവാണ് നമ്മൾ ബാക്കി ബാറ്ററായിട്ട് ഈ വെണ്ണയുടെയൊക്കെ കൂടെ മിക്സ് ചെയ്തത്. ഇതും കൂടി എല്ലാം വരുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസായി തുടങ്ങും. ഇനി നമ്മൾ എഗ്ഗിൻ്റെ വൈറ്റ് ചേർക്കാനുണ്ട്, അത് നന്നായിട്ട് പതപ്പിച്ചിട്ടാണ് ചേർക്കേണ്ടത്, അത് ലാസ്റ്റ്. അപ്പോൾ വീണ്ടും ഇത് കുറച്ചുകൂടി ലൈറ്ററാകും. അപ്പോൾ നല്ല ഹെവി ആയിട്ടാണ് ഇരിക്കുന്നത്. 1 ടീസ്പൂൺ വാനില എസൻസ്. ഇത് ക്ലിയർ എസൻസ് അല്ല, ഇത് കളറുള്ള എസൻസാണ്. പിന്നെ ഒരല്പം ഓറഞ്ച് എസൻസ്, ഒരു 1/2 ടീസ്പൂൺ ഓറഞ്ച് എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. ഓറഞ്ച് എസൻസാണ്, അതായത് ആ സ്പൂണിൽ ഒഴിച്ചതുകൊണ്ടാണ്, ക്ലിയറാണ്. ഹാഫ് ടീസ്പൂൺ. നല്ലൊരു ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടും. നല്ലൊരു പ്ലം കേക്ക് ഇൻ ദ മേക്കിങ്ങിലാണ് നമ്മൾ. യെസ്, ഇനി ഇതിലേക്ക് നോക്കിക്കോളൂ. ഇതൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ പതഞ്ഞ് വരും. ഓക്കെ, ഇതിലേക്ക് ചേർക്കും. നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി ഈ ബാറ്ററിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ കൂടെ പൊടിച്ച ഗ്രാമ്പൂ, ജാതിക്ക, ഒരു 7-8 ഗ്രാമ്പൂ, ഒരു 1/4 ഭാഗം ജാതിക്ക, പിന്നെ ഒരു 3-4 പീസ് പട്ട. ഇപ്പോൾ ആ സ്പൈസസിൻ്റെ മണവും കൂടി ബാറ്ററിന് കിട്ടും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ആയിക്കഴിഞ്ഞു. നന്നായിട്ട് മിക്സായി, എല്ലാം നന്നായി യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എഗ് വൈറ്റ് കൂടി പതപ്പിച്ച് ഒന്ന് ബീറ്റ് ചെയ്ത് പതപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് ഫോൾഡിങ് ചെയ്യും. അപ്പോൾ 5 മുട്ടയുടെ വൈറ്റാണ് ഇനി പതപ്പിച്ച് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. എടുത്തു വെച്ചാൽ അവിടെ ഇരിക്കും.
അതാണ് വേണ്ടത്. പക്ഷേ ഇനിയിപ്പോൾ എഗ് വൈറ്റും കൂടി വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ലൂസൻ ചെയ്ത് കുറച്ചുകൂടി ഒരു ഫ്ലഫി ആകും. ശരിക്കും നമ്മുടെ പ്ലം കേക്കൊക്കെ കുറച്ചിങ്ങനെ ആ ഫ്രൂട്ട്സിൻ്റെ ഇതിൽ തന്നെയാണ് ഇരിക്കേണ്ടത്. ഒരുപാട് ഇങ്ങനെ സ്പഞ്ചിയൊന്നും ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു സമയം 10 മിനിറ്റിനകത്ത് മതി നമുക്ക്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒരു 170-ൽ റീഹീറ്റ് ചെയ്യാനായിട്ട് ഓവൻ ഓൺ ചെയ്യാം. മുകളിലത്തെയും താഴത്തെയും കോയിൽ ഇപ്പോൾ ഫസ്റ്റ് ഇടുന്നു. ഓക്കെ, നമുക്ക് ബാക്കി എഗ് വൈറ്റൊക്കെ ഒന്ന് ബീറ്റ് ചെയ്യാം. എഗ് വൈറ്റ് ഞാൻ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചിരിക്കുമായിരുന്നല്ലോ ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയം. ഓക്കെ, ഇനി ഇதை കുറച്ച് സൈഡിലേക്ക് ഇരിക്കട്ടെ. എഗ് വൈറ്റ് ബീറ്റ് ചെയ്യാം. യെസ്, എഗ് വൈറ്റ് നല്ല എന്താ പറയുക പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ബേക്ക് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും റൂം ടെമ്പറേച്ചറിൽ തന്നെ വേണം. എങ്കിലും മുട്ടയുടെ വൈറ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ച് ഒന്ന് ചിൽഡാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആ കേക്കിൻ്റെ ഫൈനൽ സ്റ്റേജ് ആകുമ്പോൾ അത് കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ നല്ലതായിട്ട് പതഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി ഇത് കുറേശ്ശെ ഫോൾഡിങ് ചെയ്താൽ മതി. ഫോൾഡിങ് ചെയ്യാൻ നല്ലത് നമ്മുടെ ഈ ഒരു തവി തന്നെയാണ്. ഇത് മാറ്റാം, തടിത്തവി ഒന്ന് മാറ്റട്ടെ. തുല പോലെയുള്ള കാര്യമാണ് ഇനിയിപ്പോൾ നല്ലത് ഫോൾഡിങ്. അപ്പോൾ ഈ ബാറ്റർ കുറച്ചുകൂടി ഒരു ലൈറ്ററായിട്ട് വരും. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ വൈറ്റ് ഇങ്ങനെ വരുമ്പോൾ ഉള്ള മാറ്റം. ഭയങ്കര ലൈറ്റായി വരും, ലൈറ്റർ. ബാക്കിയിരിക്കുന്നത് കൂടി ഒരു 2 പ്രാവശ്യമായിട്ട് ഇതുപോലെ ചെയ്യും. അങ്ങനെ എഗ് വൈറ്റും ഇതിനകത്തേക്ക് നന്നായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നു. ഫുൾ എഗ് വൈറ്റും എടുത്ത് കഴിഞ്ഞു. 3 പ്രാവശ്യമായിട്ട് ആണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത്. കണ്ടതാണല്ലോ അല്ലേ? ഓക്കെ, ഇപ്പം നോക്കിയേ ബാറ്റർ കുറച്ചുകൂടി ലൂസായിട്ടുണ്ട്, കുറച്ചുകൂടി ഫ്ലഫി ആയിട്ടുണ്ട്. ഫുൾ ബാറ്ററും ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാ ചേരുവകളും എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തു പെർഫെക്റ്റായിട്ട് നമ്മുടെ ബാറ്ററും വന്നിട്ടുണ്ട്. ലൈറ്റ് ആൻഡ് ഫ്ലഫി. യെസ്, ഇനി കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഓക്കെ, ഇപ്പോൾ ഞാൻ 1 kg ഒരു മോൾഡ്, അത് 2 എണ്ണം ഉണ്ട്. 2 എണ്ണം വെച്ചിട്ട് ഒന്നിനകത്ത് ഒന്ന് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്ത്. ഇത് അതേപോലെ തന്നെ 1 kg ഒരു ടിന്നാണ്. ഓക്കെ, അതിനകത്തും ബട്ടർ പേപ്പർ ചുറ്റും ഇട്ടിട്ടുണ്ട്, നടുക്കും ഇട്ടിട്ടുണ്ട്. അത് ബട്ടർ തേച്ചിട്ടുമുണ്ട് ഒട്ടിയിരിക്കാനായിട്ട്. അങ്ങനെ ഇനി അതിനകത്തേക്ക് നമുക്ക് രണ്ട് മോൾഡ് വെച്ചാട്ടോ ഇത്. ഒന്നിനകത്തൊന്നുണ്ട്, കാര്യം ഇച്ചിരിയുടെ ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, നടുക്ക് ഭാഗം കുറച്ചൊന്ന് കുഴിച്ച് വയ്ക്കുക, ചെറിയൊരു ഡിപ്രഷൻ ഉണ്ടാക്കി വയ്ക്കുക. കാര്യം ഇത് ബേക്കായി വരുമ്പോൾ അപ്പോൾ ലെവലായിട്ടുള്ളൊരു കേക്ക് കിട്ടും. മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരാത്ത ഒരു ലെവൽ കേക്കായിട്ട് കിട്ടും. ഓക്കെ, ഇത്രയും വെച്ചാൽ മതി. ഇത് ഇച്ചിരി പൊങ്ങുമല്ലോ എന്തായാലും. ഓക്കെ, സിനാ ഇതും അതുപോലെ നടുക്ക് ഭാഗം നമ്മളൊന്ന് കുഴിച്ച് വയ്ക്കുക. ഓക്കെ, എക്സ്പാൻഷൻ ഇതുപോലെ ചെയ്താൽ മതി. ഓക്കെ, കഴിഞ്ഞു. ഇനി അടുത്ത ടാപ്പ് ചെയ്യണം. ഓക്കെ, അവിടെ നമ്മുടെ ഓവൻ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റഡായി സൗണ്ട് കേട്ട് കഴിഞ്ഞു. ഒന്ന് ടാപ്പ് ചെയ്തിട്ട് അകത്തേക്ക് കയറ്റാം. എയർ ബബിൾസൊക്കെ പോകാനായിട്ടാണ്. ഈ ഒരു ടാപ്പിംഗ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് സെൻറ്റർ പോർഷൻ
ഒന്ന് കുഴിച്ചു കൊടുക്കണം. കാര്യം ടാപ്പ് ചെയ്യുമ്പോൾ അത് ലെവലാകും. ഓക്കെ, ഇനി ഇത് ഒന്നുകൂടി ഒന്ന് സെൻറ്റർ പോർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ലെവലാകും. പിന്നെ വീണ്ടും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സെൻറ്ററിനെ ഒന്ന് കുഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇത് ഓവനിൽ ചെന്ന് ചൂട് വരുമ്പോൾ എല്ലാം ഒരുപോലെ നടുക്ക് ഭാഗം ഒരുപാടങ്ങ് പൊങ്ങി പോകാണ്ട് ലെവലായിട്ട് കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറായി എന്ന് പറയാം. ഓക്കെ, എടുക്കാം. യെസ്, അവർ കേക്ക് ഇസ് റെഡി. വാവ്, ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യമൊക്കെ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. യെസ്, വെന്തിട്ടുണ്ട്. അതേ അവസ്ഥ തന്നെയാണ് ഈ കേക്കിന്. അങ്ങനെ നമ്മുടെ കേക്ക് രണ്ടും റെഡിയായി. ഓരോ കിലോയുടെ കേക്കാണ്. അപ്പോൾ തണുക്കാനായിട്ട് ഞാൻ ബേസിയുടെ താഴെ കൊണ്ട് വെച്ചിരിക്കുവാണേ. ആ സമയം ഒരെണ്ണം ഇപ്പോൾ വലിയ കാര്യമായിട്ടുള്ള അലങ്കാരങ്ങളൊന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒരു ക്രിസ്മസ് പ്ലം കേക്കായിട്ട് തന്നെ കഴിക്കുന്നത് തന്നെ രസമല്ലേ, വിത്തൗട്ട് ഐസിങ്. എങ്കിലും ക്രിസ്മസ് ആയതുകൊണ്ട് ഒരെണ്ണത്തിന് ഞാൻ വിചാരിച്ചൊരു ഫോൺടാൻ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതൊരു 200 ഗ്രാമിൻ്റെ ഒരു ചെറിയ പാക്കറ്റാണ്. ഒരു കേക്കിന് മാത്രം ഒരു ഫോൺടാൻ ടോപ്പിംഗ് ആയിട്ടൊരു കവറിങ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഫോൺടാൻ എടുത്തിട്ട് നന്നായിട്ടിങ്ങനെ വലിച്ചാലിങ്ങനെ വലിഞ്ഞ് വരും. അതുപോലെ നമ്മളതിനെ ഒന്ന് നീഡ് ചെയ്തെടുക്കണം. ചപ്പാത്തി മാവ് പോലെ ആണെങ്കിലും സോഫ്റ്റർ ആക്കാനായിട്ട് ക്രാക്കൊന്നും വരാണ്ടിരിക്കണമെങ്കിൽ നമ്മളിങ്ങനെ വലിച്ച് അതിനെ ഒന്ന് പദം വരുത്തുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആക്കിയെടുക്കുക. ഓക്കെ, എന്നിട്ട് ഇനി ഇതിനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്താനായിട്ട് കുറച്ച് ഡസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് കോൺഫ്ലവറാണ് യൂസ് ചെയ്യേണ്ടത്. കോൺഫ്ലവർ അതിന് കുറച്ച് സഹായി നമുക്ക് വേണം. അത് കോൺഫ്ലവറാണ് ബെസ്റ്റ്. പരത്തിയെടുക്കാം. ഓക്കെ, നല്ലൊരു റൗണ്ട് ഷേപ്പ്. എക്സാക്റ്റ് റൗണ്ട് വേണമെന്നില്ല, എങ്കിലും ഞാൻ പറയാം, നമുക്ക് ആ ഒരു കേക്കിൻ്റെ ഒരു സർക്കംഫറൻസിനെക്കാട്ടിലും ഒരു ഇച്ചിരി തള്ളി നിൽക്കുന്ന രീതിയിൽ, ഒരുപാട് കട്ടി വേണമെന്നില്ല, തിന്നായിട്ട് ഒന്ന് പരത്താം. ഇതിനായിട്ട് എല്ലാ ഭാഗവും കിട്ടുന്ന രീതിയിൽ പരത്തി എടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് എടുക്കുന്നു, ഇതിനെ വെച്ചിട്ടൊന്ന് ടോപ്പ് പോർഷൻ മാത്രം ഒന്ന് കവർ ചെയ്യാം. ഇപ്പോഴും അത്യാവശ്യം ചൂടുണ്ട്, ചെറിയൊരു കൂളിംഗ് ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഐസിയുടെ ഫാനിൻ്റെ താഴെ കൊണ്ട് വെച്ചിരിക്കുമായിരുന്നു. യെസ്, പേപ്പർ നമ്മൾ ഇട്ടത് കൊണ്ട് ഡീമോൾഡിങ് ഈസിയാണ്. അല്ലെങ്കിൽ നമ്മൾ വെണ്ണ തടവി ഒന്ന് മൈദ കൊണ്ട് ടെസ്റ്റ് ചെയ്താലും മതി. പക്ഷേ ഈ ഫ്രൂട്ട് കേക്കൊക്കെ ആകുമ്പോൾ പ്ലം കേക്കിനെപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. സൈഡ്സൊക്കെ ഈസി ആയിട്ട് അത്യാവശ്യം നല്ല ഷേപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും. ഉണ്ടല്ലോ, അതിന് ഏറ്റവും ടോപ്പിലുള്ള അടിഭാഗത്തിട്ടുന്ന വാവ്, ദ കേക്ക് ഈസ് പ്രോപ്പർലി ബേക്ക്ഡ് ആണ് മതി. ഇത് സത്യം പറഞ്ഞാൽ ചൂട് മാറിയിട്ടില്ല, നല്ല അത്യാവശ്യം ചൂടുണ്ട്. എങ്കിലും നമുക്ക് ഈ രീതിയിൽ എടുക്കാം. യെസ്, കേക്ക് ഈസ്, ഞാൻ കേക്കിൻ്റെ ഒരു കേക്ക് ബോർഡിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് നമുക്കൊരു ഓറഞ്ച് മാർമലേഡ് ഒരു തിൻ ലെയർ ഇങ്ങനെ തടവി കൊടുക്കാം. ആക്ച്വലി നമ്മൾ ടോപ്പിംഗ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ കവറിങ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ ഓറഞ്ച് മാർമലേഡ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ, അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും. കേക്കിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടും. ചൂടാക്കിയിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിപ്പോൾ കേക്കിനൊരു അല്പം ചൂടുള്ളത് കൊണ്ട് ഞാനിങ്ങനെ തന്നെ സ്ട്രെയിറ്റ് കൊടുക്കും.
പിന്നെ ഇത് ശരിക്കും ആൽക്കഹോൾ വെച്ചുള്ള കേക്കാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ റം വെച്ചിട്ടൊക്കെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് അതിനൊരു ഫ്ലേവർ കൊടുത്തിട്ട് നന്നായിട്ട് ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ടെല്ലാം നല്ല അടച്ചിട്ട് ക്ലോസ് ചെയ്ത് ഇങ്ങനെ കുറച്ചൊന്ന് സീസൺഡ് ആകാനായിട്ട് വയ്ക്കണം. അപ്പോൾ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഭയങ്കര ഒരു ആൽക്കഹോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു ടേസ്റ്റ് വൈസ് നമ്മളിപ്പോൾ എടുത്ത് വെച്ച് ഫോണ്ടാൻ വെച്ച് ഞാനൊന്ന് കവർ ചെയ്യുന്നു. ഫുൾ കവറിങ് പ്ലാനിലില്ല, അതുകൊണ്ട് തന്നെ ഇതിവിടെ വെച്ചിട്ടിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ ഒരളവിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, ഈ രീതിയിലിങ്ങനെ ചുറ്റും കട്ട് ചെയ്ത് മാറ്റാം. ഇതിനെ എങ്ങനെ വേണമെങ്കിലും മോൾഡ് ചെയ്യാം നമുക്കത് കാരണം കട്ട് ചെയ്തിട്ട് സൈഡ്സൊക്കെ നല്ലതായിട്ട് ചെയ്ത് കൊടുക്കാം. കേക്കിന് ചെറിയ ചൂടുണ്ട്, സൈഡിലൊക്കെ തൊടുമ്പോൾ അറിയാം. എൻ്റെ ഫോണ്ടാൻ മെൽറ്റായി പോകണ്ടിരുന്നാൽ മതി. ഓക്കെ, യെസ്, കഴിഞ്ഞു. ഈ സൈഡ്സ് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതിൽ ആ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഓറഞ്ച് മെർമലേഡ് തേച്ചല്ലോ, ഓറഞ്ച് മെർമലേഡാണ് നല്ലത്, അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്രിക്കോട്ട് ജാമോ അങ്ങനെ ഏതെങ്കിലും ആണെങ്കിലും നല്ലതായിരിക്കും. അപ്പോൾ ഏകദേശം അതിനൊരു ഫിനിഷിങ് വന്നിട്ടുണ്ട്. ഓക്കെ, എക്സ്ട്രാ വല്ലതുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇത് മാറ്റുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൽ സിമ്പിളായിട്ടുള്ളൊരു അലങ്കാരം മാത്രമേ ഞാൻ മനസ്സിൽ കാണുന്നുള്ളൂ. ഇതിലൊരു എഡിബിൾ വേഫർ ഡെക്കറേഷനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എഡിബിളായിട്ടുള്ള വേഫർ ഡെക്കറേഷൻ ഇതൊക്കെ ഇപ്പോൾ വാങ്ങാൻ കിട്ടും. വേറെ സാധനം ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഇല്ലാത്തൊന്നുമില്ല. ബേക്കിംഗ് സാധനങ്ങൾ എനിത്തിങ് ഈസ് അവൈലബിൾ. ബാക്കിലൊരല്പം ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്താൽ മതി. യെസ്, അതവിടെ ഇരിക്കും. അത്യാവശ്യം ഡെക്കറേഷനായി എന്നാണ് എൻ്റെ വിശ്വാസം. പോരെ, അത്ര മതിയല്ലോ. ഒരെണ്ണം കൂടി അയാൾ ടു മച്ചായി പോകും. ഐ തിങ്ക് ദിസ് ഇസ് എനഫ്. അതിനോടൊപ്പം ഓക്കെ, അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ മെറി ക്രിസ്മസ്. വാവ്, ലീഫും കൂടി വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അതിൻ്റെ ഈ എന്താ പറയുക, എഡിബിൾ വേഫർ ഫ്ലവറിൻ്റെ അല്ലെങ്കിൽ ഈ ലീഫിൻ്റെ ഈ ഡെക്കറേഷന് അല്പം വെള്ളം ഒന്ന് താഴെ ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അത് ഒട്ടാനായിട്ടാണ്. ഇങ്ങനെ എടുത്തിട്ട് ഈ ഭാഗത്ത് ഇച്ചിരി ഒന്ന് വെള്ളം നനച്ചിട്ട് ആണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ അതവിടെ തന്നെ ഇരിക്കും. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടി ഭംഗിയായി തോന്നുന്നു. സോ നൈസ്. അങ്ങനെ നമ്മുടെ മെറി ക്രിസ്മസ് എലൻ വ്ളോഗ്സിൻ്റെ കിച്ചണിലെത്തി കഴിഞ്ഞു. സോ എലൻ വ്ളോഗ്സിലെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും മെറി ക്രിസ്മസ്. ഓക്കെ, നമ്മുടെ മേപ്പിൾ ലീവ്സൊക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ, നോ? സിമ്പിൾ ബട്ട് ഗുഡ്. യെസ്, നമ്മുടെ സെക്കൻഡ് കേക്ക് ആ മോൾഡിൽ തന്നെ ഇരിക്കുകയാണ്. ഞാൻ ഡീമോൾഡ് ചെയ്യുന്നില്ല തൽക്കാലം. എന്നിട്ട് നമ്മളൊരു കേക്ക് ബോർഡിൻ്റെ മുകളിലേക്ക് വെച്ചു. ഇത് സിമ്പിളായിട്ട്, അതായത് ഒരു അരിപ്പ വെച്ചിട്ട് മുകളിൽ ഐസിങ് ഷുഗർ ഒന്ന് ഡസ്റ്റ് ചെയ്തോളൂ. നോക്കിക്കോളൂ, മഞ്ഞുപാളികൾ പോലെ ഒരു സ്നോ ഫീലിംഗ് കിട്ടുന്ന പോലെ സ്നോ പെയ്തിറങ്ങുന്നൊരു ഫീലിലാണ് ചെയ്യുന്നത്. നല്ലൊരു വൈറ്റ് ഡസ്റ്റിങ്. ഇത് ഐസിങ് ഷുഗറാണ് കേട്ടോ. ഇവിടെ ഒരു സാന്റാക്ലോസ് ക്രിസ്മസ് പാപ്പേനെ കുത്തുന്നു. ഓക്കെ, ഫ്ലവർ തീമാണ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
മെറി ക്രിസ്മസ്. ഗോൾഡൻ. ഇത് ശരിക്കും ഒരു യൂറോപ്പിലോ അവിടെയൊക്കെ പോകുമ്പോൾ ഒരു മഞ്ഞിൻ്റെ ഫീലിംഗ് ഇല്ലേ, സ്നോ ഫീൽ, അങ്ങനെ ഒരു ഫീലിംഗാണ് എനിക്ക് കൊടുക്കാൻ തോന്നിയത്. ഇതെല്ലാം ഒരു ഗോൾഡൻ ആൻഡ് ഓക്കെ സാന്താക്ലോസിൻ്റെ ആൻഡ് സ്നോ ഫീൽ. അപ്പോൾ അവിടെ ഗ്രീനറി ഒന്നുമില്ല, എല്ലാം സ്നോയും സ്വർണ്ണവും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇനി ഒരു റെഡ് റിബണും കൂടി നമുക്ക് ഇതിനൊരു ബോർഡറായിട്ട് കൊടുക്കാം. ആൻഡ് ഒരു റെഡ് പൂവും കൂടി നമുക്കിതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ ക്രിസ്മസ് കേക്ക് ഈസ് റെഡി. 2 എണ്ണമാണ് കേട്ടോ, ഓരോ കിലോയുടെ 2 കേക്കാണ് നമ്മളിവിടെ തയ്യാറാക്കിയത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സിമ്പിൾ പരിപാടിയാണ്. ഇതിൻ്റെ ഒരു അലങ്കാരം എന്ന് പറഞ്ഞാൽ, കാര്യം ഫോണ്ടാൻ ഈസ് ഓൾവേസ് അവൈലബിൾ. നമുക്ക് ഉണ്ടാക്കണം എന്നില്ല, വാങ്ങാൻ കിട്ടും. അത് ചപ്പാത്തി പരത്തുന്ന പോലെയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇത് നോക്കി എന്ത് ഭംഗി. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഞാൻ വിചാരിച്ചത് വളരെ സിമ്പിൾ ആണ്, അത്ര ഭംഗി ഉണ്ടാവില്ല, ചിലപ്പോൾ നന്നാവും, അങ്ങനെ ഒരു ഡബിൾ മൈൻഡായിരുന്നു. പക്ഷേ ആ ഗോൾഡൻ ആൻഡ് സ്നോ ഫോൾ പോലെ ഒരു ഫീലിംഗ്, ഐസിങ് ഷുഗർ ഡസ്റ്റ് ചെയ്തപ്പോൾ ഇതൊക്കെ ഗോൾഡനും കൊടുത്തിട്ട് ഇവിടെ ഒരു റെഡ് പൂവും അതെല്ലാം കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ക്രിസ്മസ് പാപ്പ ഭയങ്കര കംഫർട്ടബിളായിട്ട് ആ സ്നോയിലിരിക്കുന്ന പോലൊരു ഫീലിംഗാണ്. പിന്നെ ഇപ്പുറത്തെ ആളാണെങ്കിൽ മേപ്പിൾ ലീവ്സും മെറി ക്രിസ്മസും ഒക്കെ ആയിട്ട് ഫോണ്ടാൻ ഇങ്ങനെ രസകരമായിട്ടിരിക്കുന്നു. സോ ബ്യൂട്ടിഫുൾ. ഞാൻ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പി ആയിരിക്കും എന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടാണെന്ന് തന്നെ വിചാരിക്കട്ടെ. നമ്മൾ ഫോണ്ടാൻ യൂസ് ചെയ്ത് കണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ പല അളവിന്. ഇതിവിടെ 200 ഗ്രാംസിൻ്റെ 2 ഇതാണ് ഞാൻ വാങ്ങിച്ചത്. ഒന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒന്ന് യൂസ് ചെയ്യണം. പക്ഷേ ഇതിപ്പോൾ ഹാർഡായിട്ടിരിക്കും, തൊടുമ്പോൾ അറിയാം. പക്ഷേ ഇത് പുറത്തെടുത്തിട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇലാസ്റ്റിക് ആയിരിക്കും. അതിങ്ങനെ നമ്മൾ തന്നെ ഇങ്ങനെ അത് കുഴച്ച് ആ ഒരു ഷേപ്പിലാക്കും, പെട്ടെന്നാകും. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സ്റ്റെയിൻസ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ്, ട്രിവാൻഡ്രത്ത്. എനിക്കോട് കൊച്ചിയിലും സ്റ്റെയിൻസ് ഉണ്ട്. പിന്നെ ഇതുപോലുള്ള വേറെ ഷോപ്സ് ഉണ്ടാവും, കോഴിക്കോട് ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ കേക്ക് ടോപ്പേഴ്സ് കിട്ടും, ഫോണ്ടാൻ പോലുള്ള കാര്യങ്ങൾ കിട്ടും. എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കുക, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവൈലബിൾ ആണ് ബേക്കിംഗ് മെറ്റീരിയൽസൊക്കെ കിട്ടുന്ന കടകളിൽ. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ ക്രിസ്മസ് കേക്ക്, ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്ന ഈ പ്ലം കേക്ക് അല്ലെങ്കിൽ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുമ്പോഴാണ്. പിന്നെ ഈ ടോപ്പേഴ്സ് എല്ലാം വാങ്ങാൻ കിട്ടും കേട്ടോ, എവറിത്തിങ് ഈസ് അവൈലബിൾ. ഇത് എഡിബിളാണ്, ഇത് എഡിബിളല്ല, ഓക്കെ. പക്ഷേ ബാക്കി കാര്യങ്ങളെല്ലാം എഡിബിളാണ്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഇത് മാറ്റിയിട്ട് ഇത് കട്ട് ചെയ്താൽ മതി. എനിക്കിത് കട്ട് ചെയ്യാനേ പറ്റില്ല, കാര്യം ഇത്ര ഭംഗിയായിരിക്കുന്ന കാര്യം എങ്ങനെ ഞാൻ കട്ട് ചെയ്യും? അതുകൊണ്ട് എനിക്ക് ടേസ്റ്റ് പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷേ എക്സലൻറ്റ് കേക്കാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ റെസിപ്പി ഫോളോ ചെയ്യാം. നമ്മളുടെ ഇതുവരെ കാണിച്ചിട്ടുള്ള എല്ലാ ക്രിസ്മസ് കേക്ക്സ് പോലെ തന്നെ ഇതും ഒരു എക്സലൻറ്റ് കേക്കായിരിക്കും. ട്രൈ ഔട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ സമയം ഒരു 1.5 മണിക്കൂർ മനസ്സിൽ കാണുക, ബേക്കിംഗ് ടൈം. അതെന്തായാലും ഡെൻസ് ആയിട്ടുള്ള കേക്ക്സൊക്കെ ടൈം എടുത്താലേ പറ്റുള്ളൂ. ഓവർ ഹീറ്റ് കൊടുക്കരുത്. 150, 160 ഈ മോർഫി റിച്ചാർഡ് ആണെങ്കിൽ അതാണ് ഇത്. പിന്നെ അല്ലാണ്ട് നമുക്ക് കുക്കിംഗ് റേഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഓവനൊക്കെ ആണെങ്കിൽ ഒരു 180 ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വേറൊന്നും പറയാനില്ല. സന്തോഷം. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. സിമ്പിൾ ഡെക്കറേഷൻസാണ്, പക്ഷേ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷം ഇത് കാണുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ആൾ.